പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഒടുവിൽ അമിത്ഷാ. സ്പീക്കർക്ക് കത്ത് നൽകിയെന്ന് അമിത്ഷാ പറഞ്ഞു. സഭ നടത്താൻ പ്രതിപക്ഷം അനുവദിക്കണമെന്നും അമിത്ഷാ ആവശ്യം. श्रीमान रामदास, आज भी मैं कहता हूं, आज 3 बजे तक स्पीकर साहब को वो पत्र दे दे। 3 बजे से लेकर कल 3 बजे तक सभी प्रकार की चर्चा के लिए हम तैयार हैं। मैं सदन में ही बैठूंगा, सबको सुनूंगा और सब चीजों का जवाब दूंगा। सरकार के पास छुपाने के लिए कुछ नहीं है। वो भी चर्चा करूंगा कि आपने क्यों चर्चा नहीं चाहिए। വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഏതായാലും 18 ദിവസം മിണ്ടാതിരുന്ന അമിത്ഷാ പാർലമെന്റിനകത്തല്ല പുറത്തു നിന്ന് പറയുകയാണ് ചർച്ചയ്ക്ക് തയ്യാറാണ്. നാളെ 3 മണി വരെ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. രാജ്യം ആവശ്യപ്പെടുന്നത് കൃത്യമായ മറുപടിയാണ്. എന്തിനാണ് ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത്? അമിത്ഷാ തന്നെയാണോ അതിന് ഉത്തരവ് നൽകിയത്? മറുപടി വേണം. അതിന് പാർലമെന്റിൽ പറയാതെ പുറത്തു നിന്ന് പറയുകയാണ്. നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ തന്നെ ഭീരുവാണ്, അല്ലെങ്കിൽ ധൈര്യമില്ല ഈ ചോദ്യങ്ങളെ നേരിടാൻ. എന്താണ് അമിത്ഷാ എന്ന് പറഞ്ഞത് 18ാം ദിവസത്തിൽ? ഏതായാലും പാർലമെന്റ് വർഷകാല സമ്മേളനം തുടങ്ങി 18ാമത്തെ ദിവസമാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് അമിത്ഷാ വാർത്താ ഏജൻസികളോടാണ് ഒരു പ്രതികരണം നടത്തിയത്. അതായത് താൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏത് വിഷയം വേണമെങ്കിലും ചർച്ചയാകാം. പ്രതിപക്ഷം പറയുന്നതെല്ലാം താൻ കേട്ടിരിക്കാം. ഇന്ന് വൈകിട്ട് 3 മണി മുതൽ നാളെ വൈകിട്ട് 3 മണി വരെ ചർച്ചയ്ക്ക് താൻ തയ്യാറാണ്. ഈ സർക്കാരിനൊന്നും ഒളിക്കാനില്ല എന്നൊരു കാര്യമാണ് അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷമാണ് സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത്, അല്ലെങ്കിൽ ചർച്ചകൾ സഭയിൽ നടക്കാൻ സമ്മതിക്കാത്തത് പ്രതിപക്ഷമാണ് എന്നൊരു വിമർശനം കൂടി അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിച്ച കഴിഞ്ഞ മാസം 20 മുതൽ തന്നെ പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്നതാണ് അമിത്ഷാ സഭയിലെത്തണം, മറുപടി പറയണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്രതിപക്ഷം കഴിഞ്ഞ 20-ാം തീയതി മുതൽ പറയുന്നതാണ്. എന്നിട്ടും ഇതുവരെ സഭയിലെത്താൻ, അതായത് അമിത്ഷാ സഭാ നടപടി സഭയിൽ എത്തുന്നില്ല, പക്ഷേ പാർലമെന്റിൽ എത്തുന്നുണ്ട്, അമിത്ഷായുടെ ഓഫീസിൽ എത്തുന്നുണ്ട്. പക്ഷേ അമിത്ഷാ ഒരു കാരണവശാലും സഭാ നടപടികളിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇത് ഉയർത്തി വലിയ പ്രതിഷേധം പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തും അകത്തും ഒരുപോലെ തീർത്ത സാഹചര്യത്തിൽ ഭരണപക്ഷം വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു, വലിയ പ്രതിരോധത്തിലായിരുന്നു. എന്നാലും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നാളെ പാർലമെന്റ് സമ്മേളനം അവസാനിക്കാനിരിക്കെ അമിത്ഷാ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് നാളെ 3 മണി വരെ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് പറഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമെങ്കിലും അമിത്ഷാ ഈ പാർലമെന്റിൽ എത്തുമോ? അത് സംബന്ധിച്ച് പറഞ്ഞോ? പുറത്തു നിന്ന് പറയുകയാണ്, വീണ്ടും അകത്തു നിന്നല്ലേ പറയേണ്ടത്? ഇത് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം അമിത്ഷാ ഇത്തരത്തിൽ സഭയ്ക്കകത്ത് ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല, സഭയ്ക്ക് പുറത്ത് നിന്നാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതും നമ്മൾ ഏറ്റവും പ്രധാനമായി ആലോചിക്കേണ്ടത് ഈ പാർലമെന്റ് വർഷകാല സമ്മേളനം തുടങ്ങി 18 ദിവസം പിന്നിടുമ്പോൾ മാത്രമാണ് അമിത്ഷാ ഇത്തരമൊരു പ്രസ്താവന, താൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു പ്രസ്താവന നടത്താൻ അമിത്ഷാ തയ്യാറായിരിക്കുന്നത്. പക്ഷേ ഇതുവരെ സഭയിലേക്ക് എത്താൻ അമിത്ഷാ തയ്യാറായിട്ടില്ല. പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് 3 മണി മുതൽ നാളെ വരെ ചർച്ചയാകാം. ചർച്ചയ്ക്ക് മുഴുവൻ എല്ലാ അംഗങ്ങളും പറയുന്നത് താൻ കേൾക്കാം. അതിനുശേഷം നാളെ വൈകിട്ടോടുകൂടി താൻ മറുപടി പറയാമെന്നതാണ് അമിത്ഷാ എന്തായാലും ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇതെന്തായാലും ഏറ്റവും വലിയ പ്രതിരോധത്തിലായ ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ അമിത്ഷാ ഇത്തരമൊരു പ്രതികരണം നടത്താൻ തയ്യാറായിരിക്കുന്നത്. സിജു, ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.